നീണ്ട 8 വർഷത്തെ വിചാരണ തടവിന് ശേഷം അയാളെ കാണുമ്പോൾ കണ്ണു കുഴിഞ്ഞതാണ് കവളൊട്ടി ആകെ തകർന്ന ശരീരപ്രകൃതിയായിരുന്നു. ശരവേഗത്തിൽ ജീപ്പ് പ്രതിയെയും കൊണ്ട് കടന്നുപോയി. എല്ലാവരും പറഞ്ഞു, സമാനതകളില്ലാത്തൊരു കേസ്. കേരളം കേട്ട നിഷ്ഠൂരമായൊരു കൂട്ടക്കൊലപാതകത്തിൻ്റെ കഥ. അതിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ പലരുമായി സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ഇത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ മുൻവശം. രാവിലെ ഇവിടെ മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും തമ്മിൽ സംഘർഷമുണ്ടായി. നേരിയ രീതിയിലാണ്, എങ്കിലും ആശയപരമായി കുടുംബം മുതൽ സമൂഹത്തിലേക്ക് പടർന്നു കയറുന്ന മനുഷ്യൻ്റെ സംഘർഷപൂരിതമായ ഒരു മനസ്സുണ്ട്. നിയമം വിധിക്കുന്നവനും നിയമം കേൾക്കുന്നവനും ഒക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പലതുണ്ടാകാം. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മകൻ വളർത്തി വലുതാക്കിയ അമ്മയെയും അച്ഛനെയും കൊന്ന് 4 ദിവസം ആ ശവത്തിനടുത്ത് കാത്തിരുന്ന കഥ. കോടതിയുടെ വിലയിരുത്തലുകളിൽ മറ്റൊരു രീതിയിലേക്കാണ് അത് മാറിയത്. എന്നാൽ തന്നെയും അതിൽ പ്രോസിക്യൂഷൻ്റെ ഒരു വിജയം തന്നെയാണ്. ഒരു എക്സ്റ്റൻഡഡ് പീരീഡ് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ്റെ ഒരു വാദം പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നല്ലോ. ഏത് സാഹചര്യത്തിലായിരിക്കും കോടതി അതിലേക്ക് പോകാതെ തിരിച്ചടിയായ നമ്മുടെ തിരുവനന്തപുരം മാനസിക ആരോഗ്യ മാനസിക ആരോഗ്യ പ്രായം പലതവണ ജയിലിലെ കേസിന്റെ അഡ്മിറ്റ് ആക്കിയതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുകയും പ്രധാനമായും ആ രീതിയിൽ കോടതി വിധിയിൽ പരാമർശിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിയുടെ പ്രായം, മറ്റൊന്ന് മാനസികമായി പ്രതി നേരിട്ടതും നേരിടുന്നതുമായ ചില വെല്ലുവിളികൾ, ചെയ്യുന്ന കുറ്റത്തിൻ്റെ കോൺസിക്വൻസസ് എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ ചെയ്ത ഒരു തെറ്റ്. അങ്ങനെ പറയാനാകുമോ? അമ്മയെയും അച്ഛനെയും പെങ്ങളെയും മുത്തശ്ശിയെയും പ്രതി കൊന്നു തള്ളുമ്പോൾ അന്ന് വയസ്സ് 26. കോടീശ്വര പിതാവ് രാജാത്തങ്കം പണിത വീട്ടിൽ ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങളിൽ വാങ്ങിക്കൊടുത്ത ലാപ്ടോപ്പിൽ എക്സിക്യൂട്ടീവ് ചെയറിലിരുന്ന മകൻ കേഡൽ ജിൻസൺ രാജ ഇൻ്റർനെറ്റിൽ മുഴുവൻ തിരഞ്ഞു. അച്ഛനെ കൊല്ലാൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധം. അമ്മ നിലവിളിക്കാതിരിക്കണം. മുലപ്പാലിൻ്റെ മാധുര്യത്തിന് പകരം കൊടുക്കാൻ മകനുള്ളത് പിഴച്ച പാരമ്പര്യത്തിൻ്റെയും തലമുറയുടെയും കനത്ത പാപഭാരമായിരുന്നു. മനസ്സിൽ ഒരു കടൽ ഇരമ്പിയാർക്കുന്നു. നന്ദൻകോട് ഗ്രേസ് വില്ലയിൽ ജീൻ പത്മ നാടറിയുന്നൊരു ഡോക്ടറാണ്. ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ ആ വീട്ടിൽ രോഗികളുടെ വൻ തിരക്കാണ്. അച്ഛൻ രാജാതങ്കത്തിന് 10 കാണിയിലും 6 കാണിയിലും നോക്കത്താത്ത ദൂരത്തോളം ഭൂമിയും എസ്റ്റേറ്റുകളുമുണ്ട്. മകൾ കരോളിന മിടുക്കിയാണ്. അവൾ ഡോക്ടർ പഠനം പൂർത്തിയാക്കി US പോകാനിരിക്കുന്നു. വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ പോയ മകൻ കേഡൽ ജിൻസൺ രാജ ആ കാശ് പാഴാക്കി തിരികെ വന്നു എന്ന് പലരും പറഞ്ഞ കാര്യമാണ്. പിന്നെ ഉക്രൈനിൽ പഠനം, സോഫ്റ്റ്വെയറിൽ മികച്ച അഡ്വാൻസ്ഡ് ടെക്നോളജി, ഗെയിമിംഗ് പ്രോഗ്രാം, ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പിന്നെയും മടങ്ങി വന്നിരിക്കുകയാണ്. തിരിച്ചു വന്ന റൂമിൽ ഫുൾ റൂമടച്ചിരിക്കുകയാണ്. വെറുതെ കാലം പാഴാക്കുന്ന അസുരവിത്ത് എന്ന് ചിലരൊക്കെ പിറുപിറുത്തു. ഇവർക്ക് പുറത്താരുമായി ഒരു ബന്ധവുമില്ല. പണം പടുതുയർത്തുന്ന സാമൂഹിക അകലമുണ്ട്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് കുടുംബത്തിൽ എല്ലാവരും അവരവരുടെ തുരുത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവൻ്റെ ആഹാരം അവൻ ഡെലിവറി ആപ്പ് വഴി ഓർഡർ ചെയ്യും. അതിനൊക്കെ കൊല്ലപ്പെട്ട മുത്തശ്ശി പോലും ഈയിടയ്ക്ക് 1 ലക്ഷം രൂപ അവന് പോക്കറ്റ് മണിയായി കൊടുത്തിരുന്നു. വളരെ മനോഹരമായ മറ്റൊരാശയം, ആത്മാവിൻ്റെ സ്വർഗപ്രവേശം, ആസ്ട്രൽ പ്രൊജക്ഷൻ, അത് താൻ പരീക്ഷിക്കുകയായിരുന്നു എന്ന് ഒരിക്കൽ പറഞ്ഞു. ജിൻസൺ ഇതൊക്കെ പറയുമ്പോൾ കോടതി തെറ്റിദ്ധരിക്കപ്പെടും എന്ന ക്രൂക്കഡ് മൈൻഡ് കരുതി. അതൊന്നും വിലപ്പോയില്ല. പിന്നെ തന്നെ നന്നാക്കാൻ ശ്രമിച്ച മാതാപിതാക്കളോട് അനുസരണയല്ല ആ വിഡ്ഢി മൈൻഡിന് തോന്നിയത്, പകരം ഒടുങ്ങാത്ത പകയായിരുന്നു. ആ പകയിൽ അച്ഛൻ്റെയും അമ്മയുടെയും വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തി നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്ന പ്രതി ജിൻസൺ രാജയുടെ ക്രൂക്കഡ് മൈൻഡും കോടതിയിൽ കാണാമായിരുന്നു. കൊലപാതകം നടന്ന 4-ാം ദിവസം രാവിലെ ജോലിക്ക് വന്ന വേലക്കാരി മുകളിൽ നിന്ന് വരുന്ന ദുർഗന്ധം എന്തെന്ന് കേഡൽ ജിൻസൺ രാജയോട് ചോദിച്ചു. ആൻറ്റി ഒന്ന് മേളിൽ കയറി നോക്കാമോ എന്ന് ജിൻസൺ ചോദിച്ചു. പക്ഷേ ഭയം തോന്നി അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അവരെ കൂടി വകവരുത്താൻ അവൻ ചിന്തിച്ചു കാണുമോ? മരണത്തിന് പേരിട്ട് വിളിക്കാത്ത ഒരു ഗന്ധമുണ്ട്. അതിപ്പോഴും അവിടെയുണ്ട്.
കൊല ചെയ്യപ്പെട്ടവരെ ഒന്നൊന്നായി ഒരു ടോയ്ലറ്റിൻ്റെ കോണിൽ കൂട്ടിയിട്ടിരിക്കുന്നു. 4-ാം ദിവസം ദുർഗന്ധം വമിക്കുന്നു. 10 ലിറ്റർ മണ്ണെണ്ണയും തറകഴുകുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റും ഒക്കെ അവൻ വാങ്ങിക്കരുതി. ആസൂത്രിത കൊലപാതകമോ അതോ ഇത് മാനസിക നില തെറ്റിയവൻ്റെ കൈപ്പിഴയോ? വഞ്ചിയൂർ കോടതിക്ക് മുന്നിലെ തെരുവീഥിയിൽ കൈവിലങ്ങ് വയ്ക്കപ്പെട്ട മനുഷ്യക്കോലങ്ങളുമായി പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച കാണാം. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൻ്റെ വിധി 1-15 പറയുമെന്നറിയുന്നു. തൂക്കുകയറോ അതോ ജീവപര്യന്തമോ എന്തായിരിക്കും? കോടതി റിഫർമേഷനാണ് പ്രാധാന്യം കൊടുക്കുക. മനം മാറണം, കൊലയാളി നല്ലവനായി പരിവർത്തനം ചെയ്യപ്പെടണം. അതിന് വലിയ ശിക്ഷകളുണ്ട്. 14 മുതൽ 60 വർഷം വരെ നീളുന്ന കഠിന തടവ് കൊലക്കയറിന് താഴെ കടുത്ത ശിക്ഷയായുണ്ട്. കാത്തിരുന്ന് കേൾക്കാം. 8 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിന്റെ ശിക്ഷാവിധി വന്നു. ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം. 8 വർഷം അനുഭവിച്ച വിചാരണ തടവ് കൂടാതെ ഇനി 12 വർഷം കൂടി വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമുള്ള ശിക്ഷ അനുഭവിക്കണം. അത് കഴിഞ്ഞു മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം കൂടി ഏകദേശം 30 വർഷം മിനിമം കൽത്തുറുങ്കിൽ കിടക്കണം. പിന്നെ പ്രതിയുടെ കൊലക്കത്തിയിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട ബന്ധുവായ ജോസിന് 15 ലക്ഷം രൂപ നൽകുകയും വേണം. വിധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഒപ്പം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും. അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല. കാരണം ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഡെത്ത് സെന്റൻസ് പറയുന്നത്. അപ്പോൾ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ. മാധ്യമക്കാർ കോടതി വളപ്പിൽ കൂടി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ദീർഘമായി ഹോണടിച്ച് ഒരു അഡ്വക്കേറ്റ്. അങ്ങനെ ഇതിൻ്റെ സംഭവങ്ങളെ അവർ വിശദീകരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെങ്കിൽ മാത്രമാണ് ഡെത്ത് സെൻറ്റൻസിനെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ എന്തുകൊണ്ടത് അപൂർവങ്ങളിൽ അപൂർവങ്ങൾ അല്ലാതായി എന്ന് ഒരു ചോദ്യമുണ്ട്. പക്ഷേ ചില നന്ദികേടുകൾ, വളർത്തലുകളിൽ വന്ന പാകപ്പിഴകൾ. റൂൾ ഡെത്ത് സെന്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിൽ ഓരോ കേസുകളിലും അത് കൺകറന്റ്ലിയാണ് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 436 വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലായിട്ടാണോ? അതെ, അല്ലല്ല, അത് 436 കോമൺ ആയിട്ടാണ് ഒരൊറ്റ ഒഫൻസ് വരുന്നത്. അതിനുശേഷം 201 നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ 436 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം കൺസിക്യൂട്ടീവായിട്ട് അതിനുശേഷം 201 5 വർഷം. അപ്പോൾ 7, 5, 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-25-30 വർഷത്തോളം കാലം കേരളം എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ എനിക്ക് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രസ്മെന്റ് റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. ഈ കേസിലെ ഏറ്റവും വലിയ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ജോസ്. അതെ, മാത്രമല്ല ജോസ് ഈ പറയുന്ന ദുരന്തത്തിന്റെ മറ്റൊരു വലിയൊരു രക്തസാക്ഷി കൂടിയാണ്. തീർച്ചയായും. അപ്പൊ ഈ പറയുന്ന 15 ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കാനും കൂടി പറഞ്ഞിരിക്കുക. അതെ, തീർച്ചയായിട്ടും. ഈ കോമ്പൻസേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ 15 ലക്ഷം രൂപയും ഒന്നാം സാക്ഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു. കാരണം ജോസിന് കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ്.
ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ്, ഒന്നാം സാക്ഷി തന്നെയാണ്. ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. അങ്ങനെയല്ല, ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത്. വധശിക്ഷ അർഹിച്ചിരുന്നതല്ലേ? അപ്പോൾ അതിനകത്തൊരു ജീവപര്യന്തത്തിനപ്പുറത്തേക്ക് വധശിക്ഷ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരിതല്ല തീർച്ചയായിട്ടും. അത് കോടതിക്ക് അതിൻ്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിൻ്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റീവ് മിറ്റിഗേറ്റീവ് സർക്കംസ്റ്റാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ കഴിയൂ. ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം. ഇത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീഫോർമേറ്റീവ് തിയറിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇംപ്രസ്മെന്റ് സഫീഷ്യൻ്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു. അതായത് ലൈഫ് ഇംപ്രസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം 14 വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്മിറ്റേഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഡെത്ത് സെന്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത്. പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും നല്ല ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ്. ആ 7, 5, 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെന്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇംപ്രസ്മെന്റിന്റെ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 65 ദിവസം നീണ്ടു നിന്ന വിചാരണ വേളയിലോ അല്ലെങ്കിൽ കോടതി തന്നെ ഒരു മെഡിക്കൽ ബോർഡിന് രൂപീകരിച്ചിരുന്നു. ആ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി കണ്ടെത്തിയിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതും അതൊരു ഒരു വാസ്തവമാണ്. ആ രേഖകൾ സമർപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട്. അല്ല, ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളം തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കുന്ന ഈ ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് സുപ്രീം കോടതിൻ്റെ ഒരേ ഒരു 10-12 ക്രൈറ്റീരിയാസ് പറയുന്നത് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് 100% പറയാൻ പറ്റും. പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഒരു നിശ്ചിത കാലയളവിൽ പരോൾ നൽകാൻ പാടില്ല എന്നൊക്കെ ചില വിധിന്യായത്തിൽ പറയും. അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്? അങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനെ ഒരു ലൈഫ് ഇംപ്രസ്മെന്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള വാദം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ആ വാദം പരിഗണിച്ച് തന്നെ ആയിരിക്കും ഈ 7 വർഷം 5 വർഷമുള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും 12 വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവപര്യന്തം തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണ് റെമിഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വർക്കാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരിക്കലും തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. പിന്നെ കോടതിയുടെ വിലയിരുത്തലുകളിൽ മറ്റൊരു വിധിയിലേക്കാണ് അത് മാറിയത്. എന്നല്ലാതെ തന്നെയും അതിൽ പ്രോസിക്യൂഷൻ്റെ ഒരു വിജയം തന്നെയാണ്. ഒരു എക്സ്റ്റൻഡഡ് പീരീഡ് ലഭിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇതിൽ പ്രോസിക്യൂഷന്റെ ഒരു വാദം പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നല്ലോ. ഏത് സാഹചര്യത്തിലായിരിക്കും കോടതി അതിലേക്ക് പോകാതെ? പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനുമൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിധിന്യായമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. ആ വിധിയെക്കുറിച്ച് കൂടുതൽ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറ്റകൃത്യത്തിൻ്റെ ആ ഒരു ഭീകരത എന്തുമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് ആളെ കാർ പറഞ്ഞു ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുള്ളൊരു പ്രശ്നം. കൊലപാതകത്തിന്റെ 4-ാം നാൾ വീടിന് തീയിട്ട് പ്രതി കടന്നു കളഞ്ഞത് മദ്രാസിലേക്ക്. തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണങ്ങളിൽ പ്രതിയിലേക്ക് സംശയം നീണ്ടത് വളരെ യാദൃച്ഛികമായി. വീടിന് തീപിടിച്ചുവെന്ന വാർത്ത പരന്ന ദിവസം വീട്ടിലെ തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘവും മറ്റും എത്തുമ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു, ഗേറ്റും. ഡോക്ടർ ജീൻ പത്മയുടെ റൂമിൽ ഡോക്ടർ ഔട്ട് എന്ന ബോർഡ് കാണാം. ഉള്ളിൽ ആരും ഇല്ല എന്ന് കരുതി തീയണയ്ക്കാൻ ശ്രമിച്ച ഫയർഫോഴ്സ് എത്ര തീയണച്ചിട്ടും അകത്തു നിന്ന് പുകയും അഴുകിയ മാംസത്തിൻ്റെ ദുർഗന്ധവും വന്നുകൊണ്ടേയിരുന്നു. പരിശോധനയിൽ മനുഷ്യമാംസത്തിൻ്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ ഏകദേശം 3 എണ്ണം, പിന്നെ മറ്റൊരു ലേഡിയുടെ വെർട്ടിബ്രോ കത്തിക്കരിഞ്ഞ നിലയിൽ താഴെയും. ഇവിടുത്തെ താമസക്കാരിൽ ഒരാൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് തിരയുകയായിരുന്നു പോലീസ്. കേഡൽ ജിൻസൺ രാജയെക്കുറിച്ച് ഒരു വിവരവുമില്ല. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇട്ടു. ദിവസങ്ങൾക്ക് ശേഷം എല്ലാം പരിസമാപിച്ചു എന്ന് കരുതി ജിൻസൺ രാജ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതും പോലീസിൻ്റെ പിടിയിലകപ്പെടുകയായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാതൃസഹോദരനായ ജോസിന് 15 ലക്ഷം രൂപ നൽകണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദുരന്ത കഥയാണ്. കുടുംബവും ആരോഗ്യവുമില്ലാത്ത കോടീശ്വരനായ ജോസ് തൻ്റെ സ്വത്തെല്ലാം സഹോദരി ജീൻ പത്മയ്ക്ക് ഇഷ്ടദാനമായി കൊടുക്കുന്നു. മരണം വരെ തന്നെ നോക്കിക്കൊള്ളാമെന്ന ഒരു ധാരണാപത്രവും തയ്യാറാക്കിയിട്ടുണ്ട്. മാസം ചെലവിന് ജീൻ പത്മയും കുടുംബവും ജോസിന് കൊടുക്കേണ്ടത് 50,000 രൂപ വീതമാണ്. ഈ വ്യവസ്ഥയുമായി മുന്നോട്ട് പോകവെയാണ് ജീൻ പത്മയുടെ കുടുംബത്തിന് ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തം ഏറെ ബാധിച്ചിരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കിടപ്പ് രോഗിയായ ജോസിനെയാണ്. ചികിത്സയ്ക്ക് പോലും കയ്യിൽ 5 പൈസയില്ല എന്നാണ് ജോസ് പറയുന്നത്. തൻ്റെ സ്വത്ത് തിരികെ കിട്ടണമെന്ന് ജയിലിൽ ചെന്ന് ജിൻസനോട് അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ ജിൻസൺ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് അറിയുന്നത്. ഈ 15 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് കരഞ്ഞ കണ്ണുകളുമായി തളർന്ന മനസ്സുമായി ജോസ് ചോദിക്കുകയാണ്. ജിൻസൺ രാജയ്ക്ക് വേണ്ടി പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ച വക്കീലുണ്ട്. ജിൻസന്റെ എസ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് വെള്ളറടയിലും തമിഴ്നാട്ടിലുമുള്ളവ നോക്കുന്ന മാനേജറുണ്ട് പുറത്ത്. കുടുംബ പ്രശ്നങ്ങളും സ്വത്ത് തർക്കവും നീളുന്നു. നന്ദൻകോട് ബേസ് കോമ്പൗണ്ടിലെ ആഡംബര ഭവനം ഇന്ന് കാടുപിടിച്ച് അനാഥമായി കിടക്കുകയാണ്. അതിലെ ജീസസിന്റെ റിലീഫ് ചിത്രം കൊത്തിവെച്ച കഥകിൽ LIC ഹൗസിംഗ് ഫിനാൻസിന്റെ ഒരു ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. ദുർഗന്ധം വമിക്കുന്ന അനാഥത്വത്തിന്റെ ഓർമ്മകളിൽ നിന്ന് മോചനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലേക്കും ഇതുപോലുള്ള ദുർഗതി ഇനി വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം, സാഫ്രോൺ.